ഹലോ, പവിത്രത്തിലെ വിക്രത്തിൻ്റെയും വേദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ തരുണും വേദയും നാട്ടിലേക്ക് താമസം മാറ്റുകയാണ്. മോളെ അവിടെ നാട്ടിൽ സെറ്റിലാക്കി, അമ്മയും അവിടെ ആക്കിയിട്ട് ഇവർക്ക് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകാം, അങ്ങനെ ഒരു തീരുമാനം തരുൺ പറയുകയാണ്. പക്ഷേ ഇത് കേട്ടിട്ട് വേദയ്ക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല. വേദ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ തരുൺ പറയുന്നുണ്ട്, മോൾ ഒറ്റയ്ക്കല്ലല്ലോ, അമ്മ അടുത്തുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആയാലും അങ്ങനെ തന്നെയല്ലേ, അമ്മയല്ലേ മോളെ നോക്കാറ്, നമ്മൾ പോയി വന്നാൽ മതിയല്ലോ എന്ന് പറയുന്നു. അപ്പോൾ വേദ പറയുന്നത് അങ്ങനെയല്ല, ഇവിടെ ആണെങ്കിലും നമ്മൾ തൊട്ടടുത്തുണ്ടെന്നൊരു സമാധാനമുണ്ട്, ഏതാവശ്യത്തിനും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാം. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, അത് ഞാനിവിടെ തന്നെ ഉണ്ടാകും, എന്താവശ്യം വന്നാലും പെട്ടെന്ന് എനിക്ക് എത്താം, പിന്നെ നമ്മൾ ആഴ്ചയിൽ പോയി വരുമല്ലോ എന്നൊക്കെയാണ് തരുൺ പറയുന്നത്. അങ്ങനെ മോളെ സേതുവമ്മയുടെ അടുത്താക്കിയിട്ട് ജോലിക്ക് പോകാനായിട്ടാണ്. പിന്നെ അവൾ ഇവിടെ തന്നെയല്ലേ വളരേണ്ടത്, അവളുടെ സ്വന്തം സ്ഥലമല്ലേ എന്നാണ് തരുൺ പറയുന്നത്. അപ്പോൾ മോൾക്കിത് കേട്ടിട്ട് ഒട്ടും ഇഷ്ടമാകുന്നില്ല. മോളിങ്ങനെ മുഖം വീർപ്പിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്നാൽ മതി എന്നാണ് മോള് പറയുന്നത്, ഗൗരി മോള്. അപ്പോൾ തരുൺ പറയുന്നുണ്ട്, അങ്ങനെ പറയല്ലേ മോളെ, മോള് ഇവിടെ അമ്മൂമ്മയുടെ കൂടെ, സേതുമ്മയുടെ കൂടെ ഇവിടെ നിൽക്കണം, അച്ഛനും ഏത് സമയത്തും, അപ്പോൾ എനിക്ക് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഗൗരി മോള് കറിയിച്ചങ്ങ് പോകുന്നുണ്ട്. ഈ സമയത്ത് തരുൺ വേദയോട് പറയുന്നുണ്ട്, നീ ഒന്ന് മോളെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം, നീ പറഞ്ഞാലേ മോള് സമ്മതിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നു. ഇതിനിടയിൽ വേദയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ സേതുവമ്മ എടുത്ത് പറയുന്നുണ്ട്, ഇതുപോലെ മോളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു അവകാശവും ഇല്ല, എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടല്ലേ എൻ്റെ അടുത്ത് അനുവാദം ചോദിക്കുന്നതൊക്കെ, അതിൻ്റെ ഒരു വിഷമത്തിലാണ് വേദ. അപ്പോൾ സേതുവമ്മ പറയുന്നു, മോൾ അങ്ങനെ വിഷമിക്കരുത്, കാരണം കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് സേതുവമ്മ. അങ്ങനെ വേദ ഒരുവിധം സമാധാനപ്പെടുത്തുന്നു. കാരണം ഗൗരിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്താലും തരുൺ തനിച്ചാണ് എടുക്കാറ്, വേദയ്ക്ക് അതിനകത്തൊരു അവകാശമില്ല എന്നുള്ള മട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വേദയ്ക്ക് ഇത്തിരി വിഷമമാവുന്നുണ്ട്. അങ്ങനെ മോള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പിന്നീട് കാണിക്കുന്നത് വിക്രത്തിൻ്റെ വീട്ടിലാണ്. വിക്രം ഇങ്ങനെ ഓരോന്ന് രാത്രിയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. ഈ ഒരു സമയത്ത് അപ്പുറത്തോട് വാതിൽ തുറന്ന് ആമി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആമി ചോദിക്കുന്നത്, എന്താണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ തിരിച്ച് വിക്രവും ചോദിക്കുന്നുണ്ട്, തനിക്കെന്താ ഉറങ്ങാറായില്ലേയും ചോദിക്കുന്നു. ഞാനിങ്ങനെയൊക്കെ പതിവാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്താണ് ആലോചിച്ചിരിക്കുന്നത്, വേദയെക്കുറിച്ചിട്ടായിരിക്കും എന്നാണ് ആമി പറയുന്നത് കേട്ടോ. അപ്പോൾ തനിക്കിതെങ്ങനെ മനസ്സിലായി, എനിക്ക് കുറച്ച് മനഃശാസ്ത്രമൊക്കെ അറിയാം, ഞാനങ്ങനെ സ്പൈ വർക്കൊന്നും ചെയ്തല്ല കേട്ടോ, ഇവിടെ മാഷിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു പൊടി ഒക്കെ അങ്ങോട്ടൊക്കെ കേൾക്കാറുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, വേദയെക്കുറിച്ചും ഒക്കെ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ബാക്കി ഞാനൊക്കെ ഊഹിച്ചെടുത്തതാണ് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, നാളെ ചിലപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഒരു സംഭവത്തെക്കുറിച്ചിട്ട്, അതായത് കുട്ടിയെ നോക്കാനാണല്ലോ പോകുന്നത്, സ്കൂളിൽ ചെല്ലുമ്പോൾ കാണാം വേദ അവിടെ നിന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയൊക്കെ ഒരു ഇങ്ങനെ ഭാവനയിൽ കണ്ടിട്ട് ആമി ഇങ്ങനെ പറയുമ്പോൾ വേദ എടുത്ത് വിക്രം പറയുന്നു, അവൾ ഈ നാട്ടിൽ വന്ന് ഉറപ്പായിട്ടും എന്നെ കാണാതെ എങ്ങും പോയില്ല. അപ്പോൾ അതുമാത്രമല്ല, ഒരു സ്കൂൾ ടീച്ചറുടെ വേഷമൊന്നും അവൾ കെട്ടില്ല, അവൾക്ക് അതിൻ്റേതായ സ്വന്തം വ്യക്തിത്വം പുലർത്തുന്ന ഒരു ജോലിയും കാര്യങ്ങളും ഒക്കെ അവൾ ചെയ്തുകൊണ്ടിരുന്നതാണ്, അതായത് വക്കീൽ ജോലി. അപ്പോൾ അതുകൊണ്ട് അവൾ എന്തായാലും ഒരു ടീച്ചറായിട്ട് വരില്ല. ടീച്ചർ ജോലി മോശമെന്നല്ല പറയുന്നത്, ടീച്ചറായിട്ട് അവൾ വരില്ല. കാരണം അതുമാത്രമല്ല, ഈ നാട്ടിൽ വരുമ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്ത് പ്രതിസന്ധികളുണ്ടായാലും അവൾ എന്നെ കാണാതെ മടങ്ങില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവളങ്ങനെ മാറി നിൽക്കത്തില്ല ഒരിക്കലും എന്നൊക്കെയാണ് വിക്രം പറയുന്നത് കേട്ടോ. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ അമ്മ എടുത്ത് ചോദിക്കുന്നത് തൻ്റെ കാര്യങ്ങളോ അതൊന്ന് തുറന്ന് പറയാൻ പറയുമ്പോൾ അതൊന്നും ഇപ്പോൾ കാര്യങ്ങളൊന്നും ആമി പ്രത്യേകിച്ച് തുറന്ന് പറയുന്നില്ല. ഇതുപോലെ എന്തോ ഒരു വിഷമ കാര്യം ആമിയെ അലട്ടുന്നുണ്ട്, അവർ തമ്മിൽ അങ്ങനെ ഒരു നല്ല സൗഹൃദത്തിലാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നാളെ ഇനിയിപ്പോൾ കുട്ടിയെ നോക്കാൻ ഒരു ജോലിയാണല്ലോ കിട്ടിയിരിക്കുന്നത് വിക്രത്തിന്, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പിന്നെ പിറ്റേന്ന് ആമിയും വിക്രത്തോടൊപ്പം ബുള്ളറ്റിൽ കൂടെയുണ്ട് കേട്ടോ. ആമി ഇങ്ങനെ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ്. പോകുന്ന വഴിക്ക് പറയുന്നുണ്ട്, എനിക്ക് നല്ലൊരു ത്രില്ല്, നല്ലൊരു മൂഡിലാണ് ഞാനിന്ന്. വിക്രം പറയുകയാണ്, അതെന്താ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു, പക്ഷേ സ്വപ്നം എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയുന്നില്ല, അതിനെ ആലോചിച്ചെടുത്താലേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. എന്തോ ആ ഒരു കുട്ടിയെ നോക്കുന്ന കാര്യത്തിൽ ഒരു പോസിറ്റീവ് എനർജി തന്നെ വിക്രത്തിന് തോന്നുകയാണ്, ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു അടുത്ത ബന്ധമുള്ളതുപോലെ ആ ഒരു കുട്ടി. അപ്പോൾ നേരത്തെ തന്നെ വിക്രം പറയുന്നുണ്ടായിരുന്നു, ഞാനും വേദിയും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്നു, ആ ഒരു സമയത്ത് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ കുട്ടിക്ക് 5 വയസ്സ് എന്നൊക്കെയുള്ള രീതിയിൽ വിക്രം നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ നോക്കാൻ പോകുന്ന കുട്ടിക്കും 5 വയസ്സാണല്ലോ. അപ്പോൾ ആ ഒരു സാമ്യതയൊക്കെ വിക്രത്തിന് തോന്നുകയാണ് മനസ്സിലിങ്ങനെ. അങ്ങനെ വിക്രം നേരെ ഗൗരിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ അവിടെയാണെങ്കിൽ രാവിലെ ഗൗരിമോൾ ഓരോ കുസൃതികൾ ഒപ്പിക്കുകയാണ്, പാല് കുടിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഓരോന്ന്. അപ്പോൾ അവിടെ 2 സെർവൻ്റ് ഉണ്ട്,
ഷീല എന്ന് പറയുന്ന മറ്റൊരു ഗാർഡനെയൊക്കെ നനയ്ക്കാനായിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടും വരുന്ന വിക്രത്തിൻ്റെ കാര്യത്തെ കുറിച്ചിട്ട്, ഒരു ബോഡി ഗാർഡിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം പറയുകയാണ്. അതിനുശേഷം അതുപോലെ മോള് പാല് കുടിക്കാത്ത സമയത്ത് ആ ഒരു സെർവൻ്റ് പൊടിയെടുത്ത് കാണുന്നില്ല, കുറയുന്നു. അപ്പോൾ മോള് എടുത്ത് തിന്നുന്നതാണെന്നാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് ഇവർ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്ത് മോള് മൊബൈലിലൊക്കെ അപ്ലോഡ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കക്ഷിക്ക് സ്വന്തമായിട്ടൊരു ചാനലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് അച്ഛനുണ്ടാക്കി കൊടുത്തതാണ് എന്നൊക്കെ പിന്നീട് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് വെക്കുന്നതൊക്കെ ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കുസൃതി നിറഞ്ഞൊരു കുട്ടിയായിട്ടാണ് ഗൗരി. അതുപോലെ അച്ഛൻ്റെ കൂട്ടന് ചില ശാഠ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. വിക്രത്തിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് കുട്ടിക്കും. അങ്ങനെ ഇതൊന്നും അറിയുന്നില്ല, അച്ഛൻ തന്നെയാണ് നോക്കാൻ വരുന്നറിയില്ല. അങ്ങനെ വേദയ്ക്ക് പെട്ടെന്നൊരു ഫോൺ വരുന്നു. അത്യാവശ്യമായിട്ടും അവിടെ എന്തോ ഒരു തീപിടുത്തം ഉണ്ടായി. അപ്പോൾ ഫാക്ടറി മൊത്തത്തിൽ കത്തി. വേദയ്ക്ക് തിരിച്ചങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇയാളെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നിന്നതായിരുന്നു. പക്ഷേ സംസാരിക്കാൻ കിട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ ധൃതിക്ക് വേദയ്ക്ക് പോകേണ്ടി വരണം. അപ്പോൾ ഗൗരിക്ക് ആകെ വിഷമമായി. അപ്പോൾ ഗൗരി പോട്ടെ മോളെ, അമ്മ പോട്ടെ, അച്ഛനിവിടെ ഉണ്ടല്ലോ എന്ന് തരണ് ഗൗരിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്കും ചിലപ്പോൾ പെട്ടെന്ന് പോകേണ്ടി വരും, അവിടെ നിന്ന് വിളി വരും എങ്കിലും. അങ്ങനെ വേദ ചോദിക്കുന്നുണ്ട്, മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് പോകുന്നതിന് തരന് ബുദ്ധിമുട്ടില്ലേ, വരുന്ന ആൾക്കാർ എങ്ങനെയാണെന്നറിയാം, പ്രത്യേകിച്ചൊരു പെൺകുട്ടി എന്ന നിലയിലെന്നൊക്കെ പറയുകയാണ്. ഒരു കാരണവശാലും അതിൽ പേടിക്കേണ്ട വേദ, ഞാനതൊക്കെ അന്വേഷിച്ചിട്ട് പൂർണ്ണ വിശ്വാസമുള്ള ഒരാളെ മാത്രമേ ഞാൻ ഏൽപ്പിക്കുകയുള്ളൂ, അറിയാമല്ലോ. അപ്പോൾ സേതുമയും പറയുന്നുണ്ട്, അവനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മോളുടെ കാര്യത്തിൽ അവൻ നല്ല ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും, അപ്പോൾ അതിലൊന്നും മോൾ പേടിക്കേണ്ട. അങ്ങനെ വേദ പോകുന്നു. ആ ഒരു സമയത്ത് വിക്രം അവിടെ പാസ് ചെയ്ത് വരുന്നുണ്ട്, പക്ഷേ അവർ തമ്മിൽ കാണുന്നില്ല. അതുപോലെ തന്നെ വരുന്ന വിക്രം ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ തരുണും മോൾക്ക് ഇതുപോലെ പാല് കൊടുക്കാനായിട്ട് വരുന്ന സമയത്ത് കുടിക്കുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന സമയത്താണ് വിക്രം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ മോൾക്ക് പറഞ്ഞ് കേട്ടതൊക്കെ വെച്ചിട്ട് തൻ്റെ കാർട്ടൂണിലെ ഒരു വില്ലൻ കഥാപാത്രമുണ്ട്, ആ ഒരു കഥാപാത്രം വരുന്നത് പോലെയൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേരുകളൊക്കെയാണ് പറയുന്നത്. പക്ഷേ തൻ പറയുന്ന മോളെ ഒന്ന് സൂക്ഷിച്ചോണം, ഒന്ന് കെയർ ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആൾത്തിരി കുസൃതിയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ വിക്രം പറയുന്നത് സാരമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ തന്നെ അവർ രണ്ടുപേരും ഒരു ഫസ്റ്റ് എന്ന് ഏറ്റുമുട്ടുന്നുണ്ട്. പക്ഷേ വിക്രം അതൊക്കെ വളരെ നൈസായിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. മോൾക്കത് ഇഷ്ടമായി. അത് കഴിഞ്ഞു മോളിൽ തരേണ്ട അടുത്ത് പറഞ്ഞ് എനിക്ക് ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം, ബാഗ് എടുത്ത് അവിടെ വെച്ചിട്ട് കയറിയിരിക്കുകയാണ്. ഒരു സമയത്ത് വിക്രം കയറുന്ന സമയത്ത് താഴെ ഒത്തിരി ഗോലികളൊക്കെ പറക്കിയിട്ട് വിക്രത്തെ വീഴ്ത്താനായിട്ടൊക്കെ അങ്ങനെ ചില പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യുന്നു. പക്ഷേ അതിലൊക്കെ വിക്രം വിജയിക്കുകയാണ് കേട്ടോ. മോൾക്ക് അങ്ങനെ ഇഷ്ടമായി. പിന്നെ വിക്രം കൂടി ചേർന്നിട്ട് ആ ഗോലി പറക്കിയൊക്കെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ നുള്ളിപ്പറക്കപ്പോഴത്തേക്കും സ്കൂൾ ബസ് വരുന്നു. വിക്രം സ്കൂൾ ബസ്സിന് പിന്നാലെ ബോഡി ഗാർഡായിട്ട് പോവുകയാണ്. അപ്പോൾ സേതുവമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു വേലക്കാരി സെർവൻ്റ് വിക്രത്തിനെ ഭയങ്കര ഇഷ്ടമായി, ആ സൗന്ദര്യമൊക്കെ നോക്കി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ആൾക്കത് പിടിക്കുന്നില്ല. അങ്ങനെ ചില രസകരമായ നിമിഷങ്ങളൊക്കെ കാണിക്കുന്നു. അപ്പോൾ അവർ തമ്മിലൊന്ന് പരിചയപ്പെടുന്നുണ്ട്. അമ്മ കണ്ണൂർക്കാരിയാണ്, അതുപോലെ അച്ഛൻ ബംഗാളി, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു സെർവൻ്റുമായിട്ടും പരിചയപ്പെടുന്നു. അവർ തമ്മിലും സൗഹൃദം പങ്കിടുന്നു. കാര്യങ്ങളൊക്കെ അവരാണ് ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ മോള് വളരെ സന്തോഷമായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ആ ഒരു പോലീസ് ഓഫീസർ വിളിച്ചിട്ട് വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നത്, നിൻ്റെ യഥാർത്ഥ പേര് പറയേണ്ട, പേരൊന്ന് മാറ്റി പറഞ്ഞു, വിശ്വം എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ പ്രത്യേകിച്ച് നിൻ്റെ കാര്യങ്ങളൊന്നും അവിടെ ഇപ്പോൾ അവതരിപ്പിക്കേണ്ട, അതൊക്കെ കുറച്ച്. അപ്പോൾ വിക്രം പറയുന്നത് അത് വേണ്ട, സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാമല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. അതിപ്പം പറയണ്ട, നീ ഒരു ജയിൽ പുള്ളിയാണെന്നൊക്കെ അറിഞ്ഞ് ചിലപ്പോൾ അവർക്ക് പോലീസ് ഓഫീസർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയൊക്കെ ഉണ്ടതാണ്, അവർക്ക് ചിലപ്പോൾ കുട്ടിയെ ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നീ ഇപ്പോൾ അതൊന്നും ചടിക്കയറി പറയേണ്ട, എന്തെങ്കിലും ഡീറ്റെയിൽസ് രേഖകൾ ചോദിക്കുകയാണെങ്കിൽ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പതിയെ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്നിട്ട് മനസ്സിലാക്കിക്കൊള്ളാം, ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം, നീ ഇപ്പോൾ അത് ചാടിക്കയറി പറയാൻ നിൽക്കണ്ട എന്ന്. അങ്ങനെ വിശ്വം എന്നാണ് പേര് പറയുന്നത് കേട്ടോ. അതിനുശേഷം സ്കൂളിൽ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് തരുണും ഇടയ്ക്ക് അവിടുന്ന് ജോലിക്ക് പോകാൻ വിളി വരുന്ന തരുണും അങ്ങ് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേദ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ആളെത്തിയിരുന്നോ, കണ്ടായിരുന്നോ, ഏൽപ്പിച്ചിരുന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ തരുൺ പറയുന്നു അങ്ങനെ എത്തി, അപ്പോൾ ഞാൻ മോളെ വിളിച്ചോളാം എന്നൊക്കെ വേദയും പറയുന്നുണ്ട്. അതിനുശേഷം സ്കൂളിൽ പറഞ്ഞ് ഏർപ്പാട് ചെയ്യുന്നു. അപ്പോൾ പ്രിൻസിപ്പലിനെ പോയി ഒന്ന് കടയ്ക്ക് കാണണമെന്ന് പറയുന്നു. അങ്ങനെ സ്കൂളിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ തന്നെ വിക്രം ഇങ്ങനെ നിൽക്കുവാണ് മോളെ നോക്കി. അപ്പോൾ ആ മോളും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് വിക്രം അവിടെ നിൽപ്പുണ്ടോ എന്നൊക്കെ. ഒരു രണ്ടുപേരും അങ്ങോട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിനുശേഷം പ്രിൻസിപ്പളിനെ പോയി കാണും, ക്ലാസ് ടീച്ചറെ പരിചയപ്പെടുന്നപ്പോൾ അവർക്കൊരു സംശയം, ഇനി വല്ല പോലീസ് ഓഫീസറോ വല്ലതും ആണോ, കേസിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നമ്മുടെ സ്കൂളിന് നേരെ എന്തെങ്കിലും അന്വേഷണം ഉണ്ടെന്നൊക്കെ അങ്ങനെ ഒരു ചർച്ച കൂടി കാണിക്കുന്നുണ്ട്. എങ്കിലും ഒന്ന് വാച്ച് ചെയ്തോണമെന്ന് പ്രിൻസിപ്പൾ ടീച്ചറെ അടുത്ത് പറയുന്നു. അതിനുശേഷം ഇതുപോലെ പിന്നീട് കാണിക്കുന്നത് വേദയുടെ ഓഫീസിലാണ്. അവിടെ തന്നെ കാണാൻ ആരാണ്ട് ഇതുപോലെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ
വിസിറ്റിംഗ് ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ മാഡം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവർ കയറി, മുൻ MLA ആയിരുന്നു. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ തടസ്സം നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേദയാണ് മുടക്കടിയിട്ട് നിൽക്കുന്നത്. അതിന് സഹകരിച്ചാൽ എന്തെങ്കിലും തിരിച്ചും സഹായം കൈക്കൂലിയൊക്കെ വാഗ്ദാനം ചെയ്യുന്നു. വേദ പറയുന്നു ഇനിക്ക് ഇറങ്ങിപ്പോകാനാണ് പറയുന്നത്. ഇപ്പോഴത്തെ MLA പറഞ്ഞൊക്കെ കേട്ടില്ല, പിന്നെയാണ് മുൻ MLA എന്ന് പറഞ്ഞ് വേദ അവരെന്ന് ആട്ടി ഇറക്കുവാണ്, ഇനിക്കിടോ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നല്ല കിടിലൻ രംഗങ്ങളും കഥകളും ഒക്കെയാണ് പവിത്രത്തിൽ നമുക്കിനിയിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. പവിത്രം സീസൺ 2 എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.